എന്തായാലും നടയടി കലക്കി. ഇനിയിപ്പോ പുറകെ വന്നോളൂ. അവൻ മുമ്പിൽ നിൽക്കുന്നവനെ നോക്കി പുച്ഛം നിറഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു. എന്നാലും ഇത്ര പെട്ടെന്ന് നീ എന്റെ കൈയുടെ ചൂട് മറന്നത് ശരിയായില്ല. അല്ലായിരുന്നേ കഴിഞ്ഞ തവണ തല്ല് വാങ്ങിയ അതേ സ്ഥലത്ത് നിന്ന് വീണ്ടും കണ്ണന്തിരിവ് കാണിക്കാൻ നിനക്ക് തോന്നുമായിരുന്നോ? അത്ര നേരം ചിരിച്ചുകൊണ്ടിരുന്നവന്റെ മുഖഭാവം പെട്ടെന്നാണ് മാറിയത്. ജിത്തു അവനെ മറികടന്ന് പോകാൻ തുടങ്ങിയതും മേഘൻ അവനെ പിടിച്ചു വെച്ചു. നീ അവളോട് എന്താ പറഞ്ഞെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതെന്തായാലും നല്ലതൊന്നാവില്ല എന്ന് അവളൊന്ന് പൊട്ടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. മേഘൻ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. നിന്റെ വിളച്ചിലും കൊണ്ട് നീ ഇനി വീണ്ടും അവൾക്കടുത്തേക്ക് പോയാ? അവൻ ചൂണ്ടുവിരൽ ഉയർത്തി മുന്നിൽ നിൽക്കുന്നവനോട് താക്കിയതോടെ പറഞ്ഞു. കഴിഞ്ഞ തവണ പിടിച്ച പിടുത്തം ഞാൻ ഒന്നുകൂടെ പിടിക്കും. ആ പിടുത്തം പക്ഷേ ഏത് ദേവേന്ദ്രൻ ഇടയിൽ കയറി വന്നാലും ഞാൻ വിടില്ല. മേഘൻ അവനെ തോളിൽ വേദനിക്കുന്ന വിധം തട്ടിക്കൊണ്ട് പറഞ്ഞു. തൽക്കാലം ആ പോയതിന്റെ കാര്യം ഞാൻ വേറൊരുത്തിനെ നോക്കാൻ ഏൽപ്പിക്കുന്നില്ല. അത് ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം. മേഘൻ അവന്റെ തോളിൽ നീക്കിയ മർമ്മസ്ഥാനത്തു നിന്ന് പെരുവിരൽ കൊണ്ട് അമർത്തി പറഞ്ഞു. ജിത്തു വേദനയോടെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവന്റെ പിടിപിടിക്കാൻ നോക്കി. അവൻ പിടിവിട്ടതും അവൻ അവിടെ കൈവച്ചുകൊണ്ട് തോളിയിരിച്ച് നിന്നു. എന്തായാലും അവള് തുടങ്ങി വെച്ചല്ലേ, ഞാനായിട്ട് എന്തിനാ കുറക്കുന്നത്? തൽക്കാലം മോൻ ഇത് വെച്ച് തൃപ്തിപ്പെട്, ബാക്കി വഴിയെ വന്നോളൂ. മേഘൻ പറഞ്ഞുകൊണ്ട് അവനെ നേരെ പിടിച്ചിർത്തി നെഞ്ച് കലങ്ങി വിധൊന്ന് കൊടുത്തു. അവൻ താഴെ കുനിഞ്ഞിരുന്നു പോയി. പുറകിൽ നിന്നൊരു ആക്രോശം കേട്ടതും മേഘൻ തിരിഞ്ഞു നോക്കി. ബുള്ളറ്റ് സ്റ്റാൻഡിലിടാൻ പോലും നിൽക്കാതെ തങ്ങൾക്കടുത്തേക്ക് മുണ്ടു മടക്കി കുത്തി രൗദ്രഭാവത്തിൽ നടക്കുന്ന ഇന്ദ്രനെയാണ് അവൻ കണ്ടത്. അയ്യോ, ഇവനൊരുത്തൻ കറക്റ്റ് സമയത്ത് ഇത് ഇവിടുന്ന് പൊട്ടി വീഴുന്നു. മേഘൻ നെറ്റി ഒഴിഞ്ഞോണ്ട് പറഞ്ഞു. ഇനിയിപ്പോ ചേട്ടനും അനിയനും ഒരുമിച്ച് വാങ്ങിക്കൂട്ടിക്കോ.